വിവരങ്ങളും. ആദ്യത്തെ ചോദ്യം, ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? 2005. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005-ലാണ്. നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങൾ നോക്കാം. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനം മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. PSCക്ക് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളതാണിത്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ പ്രസ്ഥാനമാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിക്കാൻ നേതൃത്വം നൽകിയത് അരുണ റോയ്. മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ സ്ഥാപിച്ച സംസ്ഥാനം രാജസ്ഥാൻ. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12-നാണ്. ദേശീയ വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എപ്പോഴാണ്? 2005 ഒക്ടോബർ 12-ന്. ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് വജാഹത്ത് ഹബീബുള്ള. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവി വഹിച്ച വനിതകളാണ് ദീപക് സന്ധു, സുഷമ സിംഗ്. ഇന്ത്യയിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? വജാഹത്ത് ഹബീബുള്ള. മുഖ്യ വിവരാവകാശ കമ്മീഷണർ പദവി വഹിച്ച വനിതകളാണ് ദീപക് സന്ധു, സുഷമ സിംഗ്. നിലവിലെ വിവരാവകാശ കമ്മീഷൻ ദേശീയ വിവരാവകാശ കമ്മീഷണറാണ് ഹിരാലാൽ സാമറിയ. നിലവിലെ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ഹീരാലാൽ സാമറിയ. കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് 2005 ഡിസംബർ 19-ന്. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ രൂപീകൃതമായത് എപ്പോഴാണ്? 2005 ഡിസംബർ 19-നാണ്. കേരളത്തിലെ ആദ്യത്തെ വിവരാവകാശ കമ്മീഷണറാണ് പാലാട്ട് മോഹൻദാസ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നതാണ് രാഷ്ട്രപതി. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ നീക്കം ചെയ്യുന്നതും രാഷ്ട്രപതിയാണ്. കേന്ദ്രത്തിലെ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ കാലയളവ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പ്രായപരിധി 65 വയസ്സ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുന്നിലാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് മുൻപിലാണ്. സേവന വേതന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിലുള്ളവരാണ് പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിലുള്ളവർ ആരൊക്കെയാണ്? പ്രധാനമന്ത്രി, ലോക്സഭ പ്രതിപക്ഷ നേതാവ്, കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഒന്നുകൂടി നോക്കാം. കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്. സത്യപ്രതിജ്ഞ ചെയ്യുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് രാഷ്ട്രപതിക്ക് മുൻപാകെയാണ്. അടുത്തത് സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാനത്തെ വിവരാവകാശ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ കാലയളവ് തീരുമാനിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ പ്രായപരിധി 65 വയസ്സ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ പ്രായപരിധിയും 65 വയസ്സാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ പ്രായപരിധിയും 65 വയസ്സാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഗവർണർക്ക് മുന്നിലാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ഗവർണർക്കാണ്. സേവന വേതന വ്യവസ്ഥ നിർണ്ണയിക്കുന്നത് കേന്ദ്ര സർക്കാർ തന്നെയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും കമ്മീഷണർമാരെയും തെരഞ്ഞെടുക്കുന്ന 3 അംഗ സമിതിയിലുള്ളവരാണ് മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി. 3 അംഗ സമിതിയിലുള്ളവർ ആരൊക്കെയാണ്? മുഖ്യമന്ത്രി, നിയമസഭാ പ്രതിപക്ഷ നേതാവ്, സംസ്ഥാന ക്യാബിനറ്റ് മന്ത്രി. അപ്പോ കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ നിയമനം, നീക്കം ചെയ്യുന്നത്, സത്യപ്രതിജ്ഞ ചെയ്യുന്നത്, രാജിക്കത്ത് സമർപ്പിക്കുന്നതെല്ലാം രാഷ്ട്രപതിക്ക് മുന്നിലാണ്. സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നിയമനം, നീക്കം, സത്യപ്രതിജ്ഞ, രാജിക്കത്ത് എല്ലാം ഗവർണർക്ക് മുൻപാകെയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ്. പ്രാചീന മലയാളം എന്ന കൃതിയുടെ രചയിതാവ് ചട്ടമ്പി സ്വാമികള്. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ്. ജനിച്ചത് കണ്ണമ്മൂല, കൊല്ലം ജില്ലയിലെ കണ്ണമ്മൂലയിലാണ് ജന്മസ്ഥലം. ജന്മഗൃഹം ഉള്ളൂർക്കോട് വീട്. യഥാർത്ഥ നാമം അയ്യപ്പൻ. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. സന്യാസം സ്വീകരിച്ച ശേഷം അറിയപ്പെടുന്നത് ഷൺമുഖദാസൻ എന്നും അറിയപ്പെടുന്നുണ്ട്. ചട്ടമ്പി സ്വാമികളുടെ ഗുരുക്കളാണ് തൈക്കാടയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ഒന്നുകൂടി പറയാം. ചട്ടമ്പി സ്വാമികളുടെ ജനനം 1853 ഓഗസ്റ്റ് 25-നാണ്. ജന്മസ്ഥലം കണ്ണമ്മൂല. ജന്മഗ്രഹം ഉള്ളൂർക്കോട് വീട്. യഥാർത്ഥ നാമം അയ്യപ്പൻ. ബാല്യകാല നാമം കുഞ്ഞൻ പിള്ള. സന്യാസം സ്വീകരിച്ച ശേഷം അറിയപ്പെടുന്നത് ഷൺമുഖദാസൻ. ഗുരുക്കൾ ആരൊക്കെയാണ്? തൈക്കാടയ്യ, പേട്ടയിൽ രാമൻപിള്ള ആശാൻ. ചട്ടമ്പി സ്വാമികൾക്ക് ബോധോദയം ലഭിച്ച സ്ഥലം വടിവീശ്വരം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ നോക്കാം.
ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികളാണ് വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. ചട്ടമ്പി സ്വാമികളുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. അദ്ദേഹത്തിന്റെ മറ്റു കൃതികൾ ഏതൊക്കെയാണ്? ആദിഭാഷ, ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, ശ്രീചക്ര പൂജാകൽപ്പം, അദ്വൈത പഞ്ചരം, പുനർജന്മ നിരൂപണം, തർക്കരഹസ്യ രത്നം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, സർവമത സമരാസ്യം, ബ്രഹ്മതത്വ നിർഭാസം, തമിഴകം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികൾ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ചേതനം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ മറ്റു കൃതികളാണ്. ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങള്. സർവവിദ്യാധിരാജൻ എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. ബാലഭട്ടാരകൻ, കാവിധരിക്കാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി. ഇതെല്ലാം ചട്ടമ്പി സ്വാമികളുടെ വിശേഷണങ്ങളാണ്. ഒന്നുകൂടി പറയാം. സർവവിദ്യാധിരാജൻ, ബാലഭട്ടാരകൻ, കാവിധരിക്കാത്ത സന്യാസി, കേരളത്തിന്റെ മഹാനായ പണ്ഡിത സന്യാസി, കാവിയും കമണ്ഡലവും ഇല്ലാത്ത സന്യാസി എന്നറിയപ്പെടുന്ന ആരാണ്? ചട്ടമ്പി സ്വാമികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. വസ്ത്രധാരണ രീതിയിലുള്ള നിയന്ത്രണങ്ങൾക്കെതിരെ കല്ലുമാല സമരം സംഘടിപ്പിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ്? അയ്യങ്കാളി. എന്താണ് കല്ലുമാല സമരം? നോക്കാം. കല്ലുമാല സമരം അഥവാ പെരിനാട് കലാപം 1915 നടന്നത്. നേതൃത്വം നൽകിയത് അയ്യങ്കാളി. കല്ലുമാല സമരത്തിന് നേതൃത്വം നൽകിയത് ആരായിരുന്നു? അയ്യങ്കാളി. ഇതായിരുന്നു അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ. കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് കലാപം. താഴ്ന്ന ജാതിയിൽ ഉൾപ്പെട്ട സ്ത്രീകൾക്ക് സ്വർണമോ വെള്ളിയോ കൊണ്ടുള്ള ആഭരണങ്ങൾ അണിയാനുള്ള അവകാശം ഇല്ലായിരുന്നു. അതിനു പകരം കാതിലും കഴുത്തിലും ജാതി തിരിച്ചറിയാനായി കല്ലുകൊണ്ടുള്ള ആഭരണങ്ങൾ അണിയണമായിരുന്നു. ഇത് ഒരു അടിമത്തത്തിന്റെ പ്രതീകമായിരുന്നു. ഇതിനെതിരെ കൊല്ലത്തിനടുത്തുള്ള പെരിനാടിൽ അയ്യങ്കാളി ഒരു സർവ്വ സമുദായ സമ്മേളനം വിളിച്ചു ചേർക്കുകയും കല്ലുമാലകൾ വലിച്ചെറിയാൻ ആഹ്വാനം ചെയ്തു. ഈ പ്രക്ഷോഭമാണ് കല്ലുമാല സമരം എന്നറിയപ്പെടുന്നത്. കല്ലുമാല സമരം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് പെരിനാട് കലാപം. 1915 കല്ലുമാല സമരം നടന്നത്. നേതൃത്വം നൽകിയത് അയ്യങ്കാളി. അടുത്ത ചോദ്യം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം. 1936 ഇലക്ട്രിസിറ്റി സമരം സംഘടിപ്പിക്കപ്പെട്ട സ്ഥലം എവിടെയാണ്? തൃശ്ശൂര്. എന്താണ് ഇലക്ട്രിസിറ്റി സമരം? നോക്കാം അല്ലെ. വൈദ്യുതി പ്രക്ഷോഭം അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി സമരം 1936 നടന്നത്. തൃശൂരിലെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിയെ ഏൽപ്പിക്കുവാനുള്ള കൊച്ചി ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. എന്താ ഇവിടെ പറയുന്നത്? തൃശൂരിലെ വൈദ്യുതി വിതരണം നടത്തുന്നതിന് ഒരു സ്വകാര്യ കമ്പനിയെ, മദ്രാസിലെ ചന്ദ്രി കമ്പനി എന്നാണ് എഴുതിയിരിക്കുന്നത്, ഏൽപ്പിക്കുവാനുള്ള കൊച്ചി ഗവൺമെന്റിന്റെ തീരുമാനത്തിനെതിരെ നടന്ന ജനകീയ പ്രക്ഷോഭമാണ് വൈദ്യുതി പ്രക്ഷോഭം. വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂരാണ്. ഇതായിരുന്നു അല്ലെ നമ്മുടെ ക്വസ്റ്റ്യൻ. എന്തായിരുന്നു? വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല ഏതായിരുന്നു അല്ലെ? തൃശ്ശൂരാണ്. നേതൃത്വം നൽകിയത് ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, CR.E. ഉണ്ണി, AR. മേനോൻ എന്നിവരാണ് വൈദ്യുത പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതാരാണ്? RK ഷൺമുഖൻ ചെട്ടിയാണ്. വൈദ്യുതി പ്രക്ഷോഭം നടന്നത് 1936 വൈദ്യുത പ്രക്ഷോഭം നടന്ന ജില്ല തൃശ്ശൂരാണ്. നേതൃത്വം നൽകിയവർ ആരൊക്കെയാണ്? ഇക്കണ്ട വാര്യർ, CR.E. ഉണ്ണി, AR. മേനോൻ എന്നിവരാണ് നേതൃത്വം നൽകിയത്. വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതാരായിരുന്നു? RK ഷൺമുഖൻ ചെട്ടി. അടുത്ത ക്വസ്റ്റ്യൻ. മേൽമുണ്ട് സമരം എന്നും വിശേഷിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു. തന്നിരിക്കുന്നതിൽ ഏതാണ്? ചാനാർ ലഹള. മേൽമുണ്ട് സമരം എന്നും വിശേഷിപ്പിക്കപ്പെട്ട സാമൂഹ്യനീതി സംരക്ഷണത്തിനുള്ള കേരളത്തിലെ ആദ്യകാല സമരങ്ങളിൽ ഒന്നായിരുന്നു ചാനാർ ലഹള. ചാനാർ ലഹള കേരളത്തിലെ ആദ്യ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ്? ചാനാർ ലഹള.
ചാനാർ ലഹള അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മാറുമറയ്ക്കൽ സമരം, നാടാർ ലഹള, മേൽമുണ്ട് സമരം എന്നിവ. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് വൈകുണ്ഠ സ്വാമികളാണ്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയത് ആരാണ്? വൈകുണ്ഠ സ്വാമികള്. ഇത് ഒന്നാം ചാനാർ ലഹള എന്നും അറിയപ്പെടുന്നുണ്ട്. കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ്. അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് മാറുമറയ്ക്കൽ സമരം, നാടാർ ലഹള, മേൽമുണ്ട് സമരം. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയതാരാണ്? വൈകുണ്ഠ സ്വാമികളാണ്. ഇത് ഒന്നാം ചാനാർ ലഹള എന്നും അറിയപ്പെടുന്നു. വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരം 1859 ലഹളയ്ക്ക് പ്രചോദനമായി. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് ചാനാർ ലഹള എന്നറിയപ്പെടുന്നത്. 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള. 2023 തമിഴ്നാട് സർക്കാർ 200ാം വാർഷികം ആഘോഷിച്ച കേരളത്തിലെ സാമൂഹിക പ്രക്ഷോഭം ഏതാണ്? ചാനാർ ലഹളയാണ്. ഒന്നുകൂടി പറയാം, കേരളത്തിലെ ആദ്യത്തെ സാമൂഹിക പ്രക്ഷോഭമാണ് ചാനാർ ലഹള. അറിയപ്പെടുന്ന മറ്റു പേരുകൾ മാറുമറയ്ക്കൽ സമരം, നാടാർ ലഹള, മേൽമുണ്ട് സമരം എന്നൊക്കെ അറിയപ്പെടുന്നുണ്ട്. 1822 മേൽമുണ്ട് സമരത്തിന് നേതൃത്വം നൽകിയതാരായിരുന്നു? വൈകുണ്ഠ സ്വാമികള്. ഇത് ഒന്നാം ചാനാർ ലഹള എന്ന് അറിയപ്പെടുന്നു. വൈകുണ്ഠ സ്വാമികളുടെ നേതൃത്വത്തിൽ തിരുവിതാംകൂറിൽ നടത്തിയ മേൽമുണ്ട് സമരമാണ് പിന്നീട് 1859 ചാനാർ ലഹളയ്ക്ക് പ്രചോദനമായത്. 1859 ജൂലൈ 26 ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ എല്ലാ ജാതിയിൽപ്പെട്ട സ്ത്രീകൾക്കും മേൽമുണ്ട് ധരിക്കാൻ അനുവാദം നൽകിക്കൊണ്ട് വിളംബരം പുറപ്പെടുവിച്ചു. ഇതാണ് ചാനാർ ലഹള എന്നറിയപ്പെടുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ആയിരത്തി 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ്. 1812 ആരംഭിച്ച കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരാണ്? രാമൻ നമ്പി. എന്താണ് കുറിച്യ കലാപം നോക്കാം അല്ലെ. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. കുറിച്യ കലാപം നടത്തിയത് ആരൊക്കെയാണ്? വയനാട്ടിലെ ഗോത്രജനതയായ കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത്. SCERT കൊടുത്തിട്ടുള്ളതാണ്. 1812 നടന്ന ഈ കലാപത്തിന്റെ കാരണങ്ങൾ എന്തെല്ലാമായിരുന്നു? കുറിച്യ കലാപത്തിന്റെ കാരണങ്ങൾ: ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തത്. ഇതെല്ലാം 1812 നടന്ന കുറിച്യ കലാപത്തിന്റെ പ്രധാന കാരണങ്ങളായിരുന്നു. എന്തൊക്കെയാണ്? ബ്രിട്ടീഷുകാർ അമിത നികുതി ഏർപ്പെടുത്തി, നികുതി പണമായി തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചു, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി ബ്രിട്ടീഷുകാർ പിടിച്ചെടുത്തു. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? കുറിച്യ കലാപത്തിന്റെ നേതാവ് ആരായിരുന്നു എന്നല്ലേ. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. കലാപം നടന്നത് കുറിച്യ നേതാവായ രാമൻ നമ്പിയുടെ നേതൃത്വത്തിലായിരുന്നു. ഗോത്രജനതയ്ക്ക് പുറമെ മറ്റു വിഭാഗങ്ങളും കലാപത്തിൽ പങ്കാളികളായി. കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാർ രാമൻ നമ്പിയെ പിടികൂടി വധിച്ചു. തലശ്ശേരിയിലെ അന്നത്തെ സബ് കളക്ടർ TH ബേബർ കലാപത്തെപ്പറ്റി ഇങ്ങനെ രേഖപ്പെടുത്തി: ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെ. ഇങ്ങനെ പറഞ്ഞതാരാണ്? TH ബേബർ. ഒരു മാസം കൂടി പിടിച്ചു നിൽക്കാൻ കലാപകാരികൾക്ക് കഴിയുമായിരുന്നുവെങ്കിൽ രാജ്യം അവരുടെ നിയന്ത്രണത്തിലായേനെന്ന് കുറിച്യ കലാപത്തെ കുറിച്ച് അഭിപ്രായപ്പെട്ടതാരാണ്? TH ബേബർ. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നതായിരുന്നു. കുറിച്യ കലാപത്തിന്റെ മുദ്രാവാക്യം എന്തായിരുന്നു? വട്ടത്തൊപ്പിക്കാരെ പുറത്താക്കുക എന്നായിരുന്നു. കുറിച്യ കലാപം അടിച്ചമർത്തിയത് 1812 മെയ് 8 കേട്ടോ. കുറിച്യ കലാപം അടിച്ചമർത്തിയത് എപ്പോഴാണ്? 1812 മെയ് 8. ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ വധിച്ചത് 1812 മെയ് 1. ബ്രിട്ടീഷ് സൈന്യം രാമൻ നമ്പിയെ വധിച്ചത് എപ്പോഴാണ്? 1812 മെയ് 1 രാമൻ നമ്പിയെ വധിച്ചത്. കുറിച്യർ കലാപത്തിൽ കുറിച്യരെ കൂടാതെ പങ്കെടുത്ത ആദിവാസി വിഭാഗം ആരാണ്? കുറുമ്പര് അല്ലെ. നമ്മളിവിടെ ആദ്യം പറഞ്ഞു കുറിച്യരും കുറുമ്പരുമാണ് കലാപം നടത്തിയത് എന്ന് പറഞ്ഞു. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് കുമാരൻ വയലേരി. കുറിച്യരുടെ ജീവിതവും സംസ്കാരവും എന്ന പുസ്തകം രചിച്ചത് ആരാണ്? കുമാരൻ വയലേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം.
കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം 941 ഗ്രാമപഞ്ചായത്ത് അല്ലെ. കേരളത്തിൽ എത്ര ആകെ ഗ്രാമപഞ്ചായത്തുകളുണ്ട്? 941 ഗ്രാമപഞ്ചായത്തുകളാണ് ഉള്ളത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ആകെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 941. കേരളത്തിലെ ആകെ ജില്ലകള് 14 ലോകസഭാ മണ്ഡലങ്ങള് 20, ലോകസഭാ സീറ്റുകള് 20, ലോകസഭാ സംവരണ സീറ്റുകളാണെങ്കിലോ 2 ആലത്തൂരും മാവേലിക്കരയാണ് കേരളത്തിലെ ലോകസഭാ സംവരണ സീറ്റുകള്. രാജ്യസഭാ സീറ്റുകള് 9, നിയമസഭാ മണ്ഡലങ്ങൾ 140, നിയമസഭാ അംഗങ്ങൾ 140, നിയമസഭാ പട്ടികജാതി സംവരണ സീറ്റുകൾ 14, നിയമസഭ പട്ടികവർഗ സംവരണ സീറ്റുകൾ 2, സുൽത്താൻ ബത്തേരിയും മാനന്തവാടിയും. കേരളത്തിലെ കന്റോൺമെന്റ് 1 എവിടെയാണ്? കണ്ണൂർ ജില്ലയിൽ. കേരളത്തിൽ എത്ര കോർപ്പറേഷനുകളുണ്ട്? 6 കോർപ്പറേഷനുകളാണ് ഉള്ളത്. തിരുവനന്തപുരം, കൊച്ചി, കോഴിക്കോട്, കൊല്ലം, തൃശ്ശൂര്, കണ്ണൂര്. കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകള് 14 ജില്ലാ പഞ്ചായത്തുകള്. കേരളത്തിലെ റവന്യൂ ഡിവിഷനുകൾ 27 എത്ര റവന്യൂ ഡിവിഷനുകളാണ് ഉള്ളത്? 27. നഗരസഭ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി എത്രണ്ണമാണ്? 87. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകൾ 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ്. കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം എത്രയാണ്? 152 ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഉള്ളത്. റവന്യൂ ഡിവിഷനുകൾ എത്രയാണ്? 27. നമ്മൾ തൊട്ട് മുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. റവന്യൂ വില്ലേജുകളാണെങ്കിലോ 1664 അല്ലെ. റവന്യൂ വില്ലേജുകൾ എത്രയാണ്? 1664. താലൂക്കുകൾ 78. അടുത്ത ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ നോക്കാം അല്ലെ. ജലവൈദ്യുത പദ്ധതികളെ കുറിച്ച് നമുക്ക് പഠിക്കാം. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? പള്ളിവാസല് അല്ലെ. 1940 ഇടുക്കി ജില്ലയിലാണ് പള്ളിവാസല് സ്ഥിതി ചെയ്യുന്നത്. പള്ളിവാസൽ സ്ഥിതി ചെയ്യുന്നത് ഏത് നദിയിലാണ്? പെരിയാറിന്റെ പോഷക നദിയായ മുതിരപ്പുഴയിലാണ്. പള്ളിവാസലിൽ സ്വകാര്യ ആവശ്യത്തിനായിട്ട് ജലവൈദ്യുത പദ്ധതി ആരംഭിച്ച കമ്പനി ഏതാണ്? കണ്ണൻ ദേവൻ കമ്പനി. 1900 സ്ഥാപിതമായത് അല്ലെ. PSC സ്ഥിരമായിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണെന്ന്. പള്ളിവാസലാണ് കേട്ടോ. പള്ളിവാസൽ ജലവൈദ്യുത പദ്ധതി ആരംഭിച്ചത് ശ്രീ ചിത്തിരതിനാൾ ബാലരാമവർമ്മയുടെ കാലത്താണ്. കേരളത്തിൽ രണ്ടാമത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ചെങ്കുളം ജലവൈദ്യുത പദ്ധതിയാണ്. 1954 രൂപീകൃതമായത്. ചെങ്കുളം സ്ഥിതി ചെയ്യുന്ന നദി ഏതിലാണ്? മുതിരപ്പുഴയിലാണ് ചെങ്കുളം ജലവൈദ്യുത പദ്ധതി സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതായിരുന്നു, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഇടുക്കി ജലവൈദ്യുത പദ്ധതി. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ ഉൽപാദന ശേഷി എത്രയാണ്? 780 മെഗാവാട്ടാണ്. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം ഏതാണ്? കാനഡയാണ് കേട്ടോ. ഇടുക്കി ജലവൈദ്യുത പദ്ധതിയുടെ നിർമ്മാണത്തിന് ഇന്ത്യയെ സഹായിച്ച വിദേശ രാജ്യം കാനഡ. കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം ഏതാണ്? മൂലമറ്റം. ഇടുക്കിയിലെ മൂലമറ്റമാണ് കേരളത്തിലെ ഏറ്റവും വലിയ ഭൂഗർഭ ജലവൈദ്യുത നിലയം. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി കുറ്റ്യാടിയാണ്. സ്ഥിരമായിട്ട് PSC ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. മലബാറിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കുറ്റ്യാടി. കോഴിക്കോട് ജില്ലയിലാണ്. 1972 കുറ്റ്യാടി ജലവൈദ്യുത പദ്ധതി സ്ഥാപിതമായത്. കോഴിക്കോട് ജില്ലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഉറുമി 1, ഉറുമി 2 എന്നീ ജലവൈദ്യുത പദ്ധതികൾക്ക് സഹായം നൽകിയ രാജ്യം ചൈനയാണ്. ഏത് ജലവൈദ്യുത പദ്ധതിയുടെ ജലസംഭരണികളിലാണ് പമ്പ നദിയും കക്കി നദിയും സ്ഥിതി ചെയ്യുന്നത്? ശബരിഗിരി പദ്ധതിയിലാണ്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കല്. കേരളത്തിലെ സ്വകാര്യ ജലവൈദ്യുത പദ്ധതികൾ ഏതൊക്കെയാണ്? മണിയാറ്, കുത്തുങ്കൽ, ഉള്ളുങ്കല്. മണിയാറ് പത്തനംതിട്ട ജില്ലയിലാണ്. കുത്തുങ്കൽ ഇടുക്കി ജില്ലയിലാണ്. ഉള്ളുങ്കൽ പത്തനംതിട്ട ജില്ലയിലാണ്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതിയാണ് മണിയാറ്.
സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി ഏതാണ്? മണിയാറ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതിയാണെങ്കിലോ കുത്തുങ്കലാണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി കുത്തുങ്കല്. ആദ്യത്തെ ചോദിച്ചാൽ മണിയാറും ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ചോദിച്ചാൽ കുത്തുങ്കലും ആണ്. എല്ലാവർക്കും എന്റെ ക്ലാസ് ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്